നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് 24-ാമത്തെ സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിക്കാം. Caleb will lead the reading of Psalms 24 and verses 9 and 10. We will read it together. Psalms 24. Hallelujah. Thank you, Jesus. Psalms 24, Caleb will read. The earth is the Lord and all that is in it, the world and those who live in it. For he has founded it upon the seas and established it upon the waters. Who shall ascend the hill of the Lord, and who shall stand in his holy place? He who has the clean hands and the pure heart, who has not lifted up his soul to an idol, nor sworn deceitfully. They will receive blessing from the Lord and vindication of God and their salvation. This is Jacob, the generation, those who seek him, who seek your face. Lift up your heads, O gates, and be lifted up, O ancient doors. The King of glory may come in. Who is the King of glory? The Lord, the strong and mighty, the Lord mighty in battle. Let's read 9 and 10 together. Lift up your heads, O ye gates, lift up your everlasting doors, and the King of glory shall come in. Who is the King of glory? The Lord of hosts, he is the King of glory. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. Hallelujah. Come on, shall we lift up your hands? Hallelujah. And come on, sing praise to the Lord. Hallelujah. 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 Father, we thank you, Lord Jesus, this morning. Hallelujah. കർത്താവേ, ഇന്ന് പകൽ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, നീ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ ആമേൻ ഹല്ലേലൂയ ആമേൻ വചനത്തിൽ നിന്ന് കേൾപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണം. ഹൃദയത്തോടെ ഞങ്ങളോട് സംസാരിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. Please be seated. Thank you, Caleb. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ വിശുദ്ധ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒന്നിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് പകലിൽ കടന്നു വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചുവല്ലോ. Greet everyone in the name of our Lord and Savior Jesus Christ. It's very good to see all the happy faces this morning. Amen. Can you smile it? Yeah, thank you. Praise the Lord. It's wonderful to see you. We have our youngsters back, in home for the vacation, and I greet you and I welcome you. Everybody, those who are watching us through YouTube or Facebook, we welcome you to the Sharon Fellowship Church of Houston. Thank you for being with us this morning. May the Lord continue to bless us and minister to us this morning. Hallelujah. കർത്താവ് നമ്മളെ കഴിഞ്ഞ ഒരാഴ്ചയിൽ നമ്മെ സഹായിച്ചു, നമ്മെ അനുഗ്രഹിച്ചു. Praise the Lord. Hallelujah. കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് സാറ്റർഡേയിൽ നമുക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നില്ല. സ്തോത്രം. ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. നമ്മുടെ വീക്ക്ലി പ്രെയർ വളരെ അനുഗ്രഹമായ നിലയിൽ നടക്കുന്നു. എനിക്കറിയാം വെക്കേഷനൊക്കെ ആയതുകൊണ്ട് പലർക്കും ജോയിൻ ചെയ്യാൻ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ടെന്ന് എനിക്കറിയാമെങ്കിലും കഴിയുന്നിടത്തോളം പ്രിയപ്പെട്ടവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞതുപോലെ പ്രിയ കുഞ്ഞച്ചാൻ ലീലമാമയ്ക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കുഞ്ഞച്ചാൻ വളരെ കണ്ടീഷൻ വളരെ ഹോപ്പ്ലെസ് ആയിട്ടുള്ള കണ്ടീഷനാണ്. ഹോപ്പ്ലെസ് ആയിട്ടുള്ള കണ്ടീഷനാണ് എന്ന് റിപ്പോർട്ട് ലഭിക്കാനിടയായി തീർന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ആശ്വാസവും പ്രത്യാശയും വിടുതലും ദൈവം നൽകേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ കരം സൗഖ്യത്തിനായിട്ട് അത് വ്യാപരിക്കട്ടെ. നമുക്ക് വീണ്ടും ഓർത്ത് പ്രാർത്ഥിക്കാം. ആ കുടുംബത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നൊരു പ്രാവശ്യം കൂടെ ഞാൻ ഓർപ്പിക്കുന്നു. നമ്മുടെ പ്രിയ ജോർജ്മൻ പാസ്റ്റർ, ഹീസ് നോട്ട് ഫീലിംഗ് വെൽ ഇൻ ഹിസ് ലെഗ്. നടക്കാൻ കാല് തറയെ കുത്താൻ കഴിയാതെ നടക്കാൻ കഴിയാതെ ഭവനത്തിലായിരിക്കുന്നു എന്ന് ഇന്ന് രാവിലെ ഞാൻ പ്രസാദ് പാസ്റ്ററിനോട് പറഞ്ഞു. പ്രിയ ജോർജ്മൻ പാസ്റ്ററിന് വേണ്ടി, പ്രിയപ്പച്ചന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വാർദ്ധക്യ സഹജമായ ക്ഷീണങ്ങളുണ്ട്, രണ്ടുപേരും മാത്രമേ നാട്ടിലോട് നമുക്കറിയാം. കർത്താവ് അവരുടെ കൂടെ ഇരിക്കട്ടെ. കർത്താവ് ബലവും ആരോഗ്യവും സൗഖ്യവും ദൈവം നൽകേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. അങ്ങനെ നമ്മുടെ മാതാപിതാക്കൾ എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്ക് ഒരു പ്രാവശ്യം കൂടെ ഞാൻ വന്ദനം പറയുന്നു. സ്തോത്രം. Praise the Lord. This morning that we read Psalms 24. Psalms 24, 24-ാമത്തെ സങ്കീർത്തനമാണ് നാം വായിച്ചത്. സ്തോത്രം. It says, this Psalms
is, talking about, there are a lot of scholarly, comments on it where, where David, the king, when he brought the ark into Jerusalem, they were singing this praises, or they were singing this song or this prayer. The ark was, caught by the enemy, but David regained that ark. When he was bringing the ark back to his kingdom, they were singing and they were praising the Lord. Hallelujah. You can see that verses 1, it says, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളത്. Everything in this earth is belong to the Lord. Everything, which is here in this world, in this earth, is belong to the earth is Lord's and all its fullness, the world and those who dwell therein. Everyone, praise the Lord. There is no creation in this world. It's not of the Lord. ദൈവത്തിൻ്റെ അല്ലാത്ത ഒരു ക്രിയേഷനും ഈ ഭൂമിയിലില്ല. And every person that you are meeting, every person, every soul that you are meeting in your daily, in your daily life, that's a creation of the world. Amen. നിങ്ങൾ ഒരു ദിവസത്തിൽ കാണുന്ന ഏത് വ്യക്തിയും, അത് ഏത് ടൈപ്പ് വ്യക്തി ആയിക്കൊള്ളട്ടെ, praise the Lord, that is Lord's creation. അത് ദൈവത്തിൻ്റെ ക്രിയേഷനാ. Praise the Lord. Hallelujah. ദൈവത്തിനുള്ളതാ സകലതും. നമ്മുടെ കയ്യിലുള്ളതെല്ലാം ദൈവത്തിനുള്ളത്. It's everything that we have. It is the Lord's. When the ark brought back to the kingdom, they were singing the song and they were saying, verses 7, ഏഴാമത്തെ വാക്യം, verses 7. Look at that. Lift up your heads, O ye gates, and be lifted up, your everlasting door, and the King of glory shall come in. This week, I believe everybody is very happy and about to celebrate, or I should say, the celebration has started, right? Joyful time. People are celebrating the birth of Jesus. And that is the Lord who entered into the earth. The Lord, the God, praise the Lord. Jesus Christ, He entered into the human world. Praise the Lord. And that is the week that we are celebrating. I know that everybody is preparing, right? All preparation, all the preparations that എന്തൊക്കെ preparations ചെയ്യാമോ അതെല്ലാം ചെയ്യുമെങ്കിലും അവസാനം എവിടെയെങ്കിലും ഇല്ലേ ഒരു ന്യൂനതകൾ കാണും. Praise the Lord. Hallelujah. All preparations that we are doing. But here, Psalmist says, lift up your head, O ends. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടയുള്ള കതകുകളെ ഉയർന്ന് മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഹല്ലേലൂയ. മഹത്വത്തിന്റെ രാജാവ്, ബലവാനും വീരനുമായ ദൈവം ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് ബേത്ലഹേമിൽ നമുക്ക് വേണ്ടി ഭൂജാതനായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് പകല സന്തോഷവും പ്രത്യാശയും നമ്മുടെ ഹൃദയത്തിലുള്ളത് കൊണ്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. More than the worldly people, ഇല്ലേ, ലോകത്തിലുള്ള ആർക്കും സന്തോഷിക്കുന്നതിനെല്ലാം ഉപരിയായി സന്തോഷിപ്പാൻ വകയുള്ളത് നമുക്കാ. Praise the Lord. Hallelujah. Praise the Lord. Christmas ആയതുകൊണ്ട് സന്തോഷിക്കരുതെന്നും സെലിബ്രേറ്റ് ചെയ്യരുതെന്നും joy, ഫെലോഷിപ്പ് ചെയ്യരുതെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അവിടെ എല്ലാം നാം ഫെലോഷിപ്പ് ചെയ്യുമ്പോഴോ ഒന്ന് നമ്മൾ ഓർക്കണം, ഭൂമിയും അതിലുള്ള സകലതും എൻ്റെ ദൈവത്തിൻ്റെതാ. The great entry, that you can see in verses 7 and 8 and 9, where it's saying, come on, the Lord Almighty is entering into Jerusalem. That this morning that we can say that we can sing and we can worship the Lord, because before 2000 years, my God Almighty, hallelujah, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ താണ ഭൂമിയിലേക്ക് അവൻ ഇറങ്ങി വന്നു മനുഷ്യാവതാരം എടുത്തു. That was the greatest entry. Amen. Praise the Lord. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തുവിൻ, പണ്ടയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കൻ. I'm not going to go in detail in that Psalms, but look at that. It's the same Psalms you can see in Psalms 15. And you can see, look at that. Verses 6. This is a generation of them that seek after him. ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു തലമുറ. ആ തലമുറയുടെ qualities are the qualities of the generation who seeks the Lord, that you can see in verses 4 and 5. Verses 4, it says, verses 4, he who has clean hands and a pure heart,
who has not lifted up his soul to an idol, nor sworn deceitfully. And that is the generation who seeks. ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു തലമുറ, അവരുടെ കൈ എന്തായിരിക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും വ്യാജത്തിന് മനസ്സ് വെക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്ന ഒരു തലമുറ. If you read in Matthew chapter 5, we can see, blessed who is the one who pure in heart, right? ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാൻ. അവരെന്ത് ചെയ്യും? ദൈവത്തെ കാണും. They will see the Lord. Praise the Lord. This morning, let us receive the birth of Jesus Christ. We can celebrate this morning and say that the Lord who created everything, the entire world, He born in my heart. Hallelujah. Praise. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശു കർത്താവിനെ കാലിത്തൊഴുത്തിയിൽ കിടത്തിയെങ്കിൽ 2000 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് പകൽ എനിക്ക് സന്തോഷിപ്പാനുണ്ട്. ഇന്ന് പകൽ എനിക്ക് പറയാം, എൻ്റെ കർത്താവ് ലോകത്തെ മുഴുവനും നിർമ്മിച്ച സൃഷ്ടിച്ച രക്ഷകനായ എൻ്റെ കർത്താവ് അവൻ എൻ്റെ ഉള്ളത്തിലുള്ളത് കൊണ്ട്, പ്രൈസ് ദി ലോർഡ്, അവൻ എൻ്റെ ഉള്ളത്തിൽ ജനിച്ചിരിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ മഹാ സന്തോഷം. That is our great joy. Hallelujah. This morning, may the God bless us together. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. Hallelujah. I want to separate the time for the testimony this morning. If you have a prayer request or our praise report, I will separate the time for you. ഇന്ന് പകലിൽ അതിനായി സമയത്ത് ഉപയോഗിക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ ഒരുമിച്ച് സഹായിക്കട്ടെ. And after that, the worship team will come forward and lead us in singing and worshiping. Anybody have a praise report or prayer request? Please raise your hand. Praise the Lord. If not, can I have the worship team on the stage? We will sing the songs and we will worship the Lord this morning. Hallelujah.